ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തനൂസ് അമ്മാസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് പേടയാണ്. മിൽക്ക് പേട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്ക് അത് പെട്ടെന്ന് ഉണ്ടാക്കി വരാം. ഇതിന് വേണ്ടത് പാലാണ്. പാലൊരു 150 മില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാര ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. നെയ്യ് ഇതിൽ നിന്ന് 3 സ്പൂൺ മതി. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബദാമും 200 ഗ്രാം പാൽപ്പൊടിയും എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഞാൻ അമൂലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടത് നോൺ സ്റ്റിക്ക് പാനാണ്. നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണം. വേറെ ഏതെങ്കിലും പാത്രം എടുത്താൽ അത് അടി പിടിക്കും. ഞാൻ എടുത്തു വെച്ച പാൽ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് പാലും പഞ്ചസാരയും അലിഞ്ഞു ചേരുന്ന വിധം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നല്ല മഞ്ഞക്കളറൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച പാൽപ്പൊടി അതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർക്കുക. എന്നിട്ട് നമ്മൾ പാലും ഈ പാൽപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന വിധം ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇത് കട്ടയൊന്നും കെട്ടരുത്. കട്ട എന്നിട്ട് ചെറുതായിട്ട് കട്ടയ്ക്ക് അതൊക്കെ നമ്മൾ ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറേശ്ശെ 3 പ്രാവശ്യമായിട്ടാണ് നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു പ്രാവശ്യം 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്പൂണും അതിൽ ചേർത്തു. നന്നായിട്ട് ഈ നെയ്യും പാൽപ്പൊടിയും പാലും എല്ലാം ചേരുന്ന വിധം ഇളക്കി കൊടുത്തു. 3ാമത്തെ സ്പൂണും ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണം. വേറെ ഏതെങ്കിലും പാത്രം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അടി പിടിച്ചേനെ. അപ്പോൾ അടി പിടിക്കാത്ത വിധം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ, നമ്മൾ അടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്നത് കണ്ടോ? ഇതേപോലെ ആയിരിക്കണം വരേണ്ടത്. ചെറുതായിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട്. ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു കേക്കിൻ്റെയൊക്കെ ഒരു ബാറ്ററി ഇല്ലേ, അതേപോലെ വന്നിട്ടുണ്ട്. ഇത് മതി, ഈ കൺസിസ്റ്റൻസി മതി. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചാൽ കരിഞ്ഞു പോകും. നന്നായിട്ട് തണുക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ബോൾസായിട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല കുഴിയുള്ളൊരു സ്പൂണാണ്. അതിലേക്ക് നെയ്യ് തടവുക. നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ മിൽക്ക് പേടയുടെ മിക്സ് അതിലേക്ക് കുറേശ്ശെയായിട്ട് ഫില്ല് ചെയ്യുക. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അച്ചൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് മിൽക്ക് പേട ഒരു കറക്റ്റ് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്പൂണ് ഞാൻ ഉപയോഗിച്ചത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മുടെ ബദാമും അതിൻ്റെ മേലെ വെച്ചു. എല്ലാ പേടയും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.